പാലക്കാട് വിക്ടോറിയ കോളേജിന് മുൻവശത്ത് നിന്ന് അഖിൽ പാലോട്ടുമടം കൂടി ചേരുന്നുണ്ട്. അഖിൽ, അതിന് മുൻവശത്ത് വിജയാഹ്ലാദങ്ങൾക്കുള്ള കോപ്പുകൂട്ടലായിരിക്കും ഒരുപക്ഷെ. അപ്പോൾ പ്രവർത്തകരേറെ വന്നുകൂടുക, തമ്പടിക്കുക ഈ വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്നാണ്. അവിടെ ഈ തത്സമയം എങ്ങനെയാണ് ഈ ഓരോ റൗണ്ടും എണ്ണിത്തീരുമ്പോഴുള്ള കണക്കുകൾ പൊതുജനത്തിന് മനസ്സിലാക്കാൻ കഴിയുക, അത് പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ മൈക്കിലൂടെ വിളിച്ചു പറയാൻ പലയിടത്തും പല രീതികൾ അവലംബിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഔദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾക്കായി കാത്തു നിൽക്കണോ ഈ കോളേജിന് മുന്നിലുള്ളവരും? വീണ, എന്തായാലും പാലക്കാടൻ കാറ്റ് ആർക്കൊപ്പം നിൽക്കും, എങ്ങോട്ട് വീശി അടിക്കുമെന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണുള്ളത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പാലക്കാട് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പുറത്താണ്. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിലാണ്. എൻ്റെ വലതുവശത്ത് പോലീസ് സന്നാഹം വളരെ ശക്തമായി തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. പൂർണ്ണമായും ഒരു തരത്തിലുമുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ എടുത്ത് CRPFന്റെയും അതുപോലെ തന്നെ കേന്ദ്രസേനയുടെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിലേക്കുണ്ട്. നമ്മൾ നോക്കിയാൽ മറ്റു ചില ഭാഗങ്ങളിലൊക്കെ തന്നെ പാർട്ടി പ്രവർത്തകർ, അതായത് കൗണ്ടിംഗ് ഏജന്റുമാർ മാത്രമാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റൊരു സൈഡിൽ റോഡിന്റെ മറ്റൊരു സൈഡ് ബാരിക്കേഡ് വെച്ച് അടയ്ക്കുന്ന പോലീസിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം വോട്ടെണ്ണി തുടങ്ങുന്നത് കൂടിയായിരിക്കും ഈ പ്രദേശത്തേക്ക് പാർട്ടി പ്രവർത്തകർ, മൂന്ന് മുന്നണിയുടെയും പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുക. അതുവരെ ഈ കോളേജിന്റെ മുൻവശം സമാധാനപരമായി തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകരും ഇവിടെ എത്തിയില്ല. നേരത്തെ അരുൺ ആലത്തൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ വോട്ടർ ആണ് എണ്ണി തുടങ്ങുന്നത്. അവിടെ 14 റൗണ്ടായി എണ്ണി തുടങ്ങുമ്പോൾ കഴിഞ്ഞ തവണ ഏകദേശം 2500 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീധരൻ ഉണ്ടായിരുന്നത്. ഈ ശ്രീധരൻ ഉണ്ടായിരുന്നത് അത് ഇത്തവണ കൂടുതലായി തന്നെ ഉണ്ടാകുമെന്നതാണ് BJP വിലയിരുത്തുന്നത്. പക്ഷെ അത് ആ ഒരു സമയമാകുമ്പോഴേക്കായിരിക്കും ഈ കോളേജിന് മുന്നിലേക്ക് പ്രവർത്തകർ കൂടുതലായി സംഘടിച്ച് എത്തുക, വിജയാഹ്ലാദത്തിനുമൊക്കെയായി എത്തുക.